നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നമ്മൾ ആർക്കും ഒരു ദ്രോഹം ചെയ്തിട്ടില്ല, നല്ലത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് നല്ലത് മാത്രമേ നടക്കൂ. ഞങ്ങളൊക്കെ ഇല്ല ഇവിടെ. ഏട്ടൻ ധൈര്യമായിട്ടിരിക്കെ. ശരി മഞ്ജരി, ഞാൻ പോയി ഭക്ഷണം എടുത്തു വയ്ക്കാം. ഏട്ടൻ ഫ്രഷ് ആയിട്ട് വാ, എല്ലാം ശരിയാവും. ഇനി വേണ്ടാത്ത ഒന്നും ആലോചിക്കണ്ട. ഓക്കെ അല്ലേ? ബാ. മഞ്ജരി പറഞ്ഞതുപോലെ ഇതൊരു നിസ്സാര കാര്യമാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ അത് ആ തിരുമേനി പറഞ്ഞതുപോലെയാണെങ്കിൽ ദൈവം തന്നെ രക്ഷിക്കണം. ഈശ്വര, ഇത്രയും വലിയ പ്രശ്നങ്ങളുണ്ടായിട്ടും ഒരാളെ പോലും അറിയിക്കാതെ, ഈ എന്നോട് പോലും പറയാതെ എല്ലാം മനസ്സിലൊതുക്കി സങ്കടപ്പെടുക അദ്ദേഹത്തെ സഹായിക്കാൻ പോലും ആവാതെ ഞാൻ വീൽ ചെയറിലും ആയിപ്പോയി. രക്ഷിക്കണേ ദൈവമേ. കുറച്ച് സഹിക്ക്, എന്നാലേ വേദന പോവും. അല്ലടാ, നീ കമ്പ്യൂട്ടർ കമ്പനിയിലല്ലേ ജോലി ചെയ്യുന്നേ? അമ്മേ, അത് കമ്പ്യൂട്ടർ കമ്പനി അല്ല അമ്മേ, ആനിമേഷൻ കമ്പനിയാണ്. അത് വേറൊന്നുമല്ല. ഈ കലൂർ മാർക്കറ്റിലെ ചുമട് എടുക്കുന്നവര് നടുവേദന കൊണ്ട് പൊളയില്ലേ, അതേപോലെയാ നിന്റെ കരച്ചില്. അതുകൊണ്ടാ നിന്റെ അമ്മയ്ക്ക് സംശയം വന്ന്, അല്ലേ? ശരിയല്ലേ? എന്താ അവൻ പാവല്ലേ അച്ഛാ? നന്ദ, ജോലി ഭയങ്കര പാടുള്ളതാണോടാ? എടാ, നിന്നോട് ചോദിച്ചത് വേദനിക്കുന്നു. കണ്ടാൽ അറിഞ്ഞൂടെ അവന് വേദനിക്കുന്നുണ്ടെന്ന്? അവനോട് എന്നിട്ട് വേദനയോടൊന്ന് ചോദിക്കുന്നു? ഇതിന്റെ ചൂട് പോയി, നീ പോയി ചൂടുവെള്ളം എടുത്തോണ്ട് വാ. ശരി അച്ഛാ. നന്ദമോനെ, നന്ദമോനെ, നിനക്ക് എത്ര വേദന വന്നാലും കുഴപ്പമില്ല. നിനക്ക് വേണ്ടി അച്ഛൻ അതെല്ലാം സഹിച്ചോളാം. ഇനി നീ ജോലിക്ക് മാത്രം പോവില്ല എന്ന് പറയല്ലേ മോനെ? എന്താന്ന് വെച്ചാ നിന്റെ ശമ്പളത്തിന്റെ ബലത്തിലാ EMI എല്ലാ സാധനങ്ങളും ഞാൻ വാങ്ങിച്ചത്. ഇതാണ് ഇപ്പൊ പ്രധാനം. ചൂടില്ലെന്നല്ലേ പറഞ്ഞത്? ചൂടുണ്ട്. അച്ഛാ, നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നങ്ങള് തൽക്കാലം അതൊക്കെ വിട്ടി ചൂടൊന്ന് വെക്കാടാ മോനെ. ഏട്ടാ, ഞാൻ വേണമെങ്കിൽ ഏട്ടന്റെ വേദന പോവാൻ നല്ലൊരു വേദന പാട്ട് പാടി തരട്ടെ? അതെന്ത് പാട്ട്? വേദന 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 വന്നാൽ ബാം തേച്ച്. മോളെ നിർത്ത്. അത് വേദന എന്നല്ല, വേനൽ വേനൽ വന്നാൽ അത് അസഹനീയം. ഇവളെയൊക്കെ ടൂണ് പണ്ടേ അറിയില്ല, ഇപ്പതേ ലിറിക്സ് പറയും. കറക്റ്റാണ് അച്ഛാ. ചേട്ടന് നടുവേദന പോയിട്ട് കാതുവേദന വരുന്ന തോന്നണേ. അയ്യോ, ഒന്ന് ചുമ്മാതിരിക്കടാ, നിനക്ക് തലവേദന വരും വെറുതെ. നമ്മുടെ അക്കൗണ്ടിൽ എന്താ ചെയ്യുന്നതെന്ന് വിളിച്ചു നോക്കിയാലോ? ദൈവമേ, പാവം എന്റെ ഈ മോൻ. ഇവൻ ഒറ്റ ഒരുത്തനാ ഇപ്പൊ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നത്. ഇവന് വേഗം അസുഖം മാറണം. അതിന് നേർച്ചയ്ക്ക് വേണ്ടി ഞാൻ എന്റെ ഇളയ മോൻ. അത്രയല്ലേ ഉള്ളൂ? ഏട്ടൻ പാവല്ലേടാ. അപ്പൊ ഞാൻ താ പാവല്ലേ? ദാ ഇവള് പാടിക്കൊല്ലുന്നില്ലേ? ഇവളോട് മൊട്ടടിക്കാൻ എനിക്കോ? മൊട്ടത്തലം വെച്ചോണ്ട് ഞാൻ പാട്ട് പാടാൻ പോയാലേ കുട്ടിക്കുയിൽ ശ്രുതി, മൊട്ടക്കുയിൽ ശ്രുതി എന്ന് പറയവര്. അതെന്താടി മൊട്ടക്കുയിൽ ശ്രുതി? അത് വേറൊന്നുമല്ല, ഞാൻ കൊച്ചു കുട്ടിയല്ലേ, അതുകൊണ്ട് എന്നെ വിളിക്കാൻ കുട്ടിക്കുയിൽ എന്നായിരിക്കും. എങ്ങനെയുണ്ട്? കാശിന് കുളില്ല, ചെമ്പിൽ ഒഴിക്കുന്ന ശബ്ദം വെച്ചോണ്ട് കുയിലാണത്രേ കുയില്. മിണ്ടാതിരിക്കണ. എടാ മോനെ, ഇപ്പൊ എന്തിനാ എണ്ണിക്കുന്നേ? അച്ഛാ, കുറച്ച് മുഖ്യമായിട്ടുള്ള കോളാ, ഞാനത് നിർത്തി സംസാരിച്ചിട്ട് വരാം. എന്തുപറ്റി? ഇത്ര മുഖ്യമായ കോളായതുകൊണ്ടാണോ ഇങ്ങനെ മുക്കി പോകുന്നത്?
ഹലോ. ഹലോ ബോസ്, ഇത് അനാമികയെ സംസാരിക്കുന്നത്. മനസ്സിലായി പറഞ്ഞോളൂ. എന്റെ ചെയിൻ എപ്പ എനിക്ക് തിരിച്ചു തരും? അതെ, ഞാൻ പറഞ്ഞതല്ലേ, ഞാനിപ്പോ ബോംബെയിലാ ഉള്ളത്. തിരിച്ചെത്താൻ 20 ദിവസം എടുക്കും. ഇനി 20 ദിവസോ? അതേന്നേ. നിങ്ങള് ഭയങ്കര ബിസി ആയിട്ടുള്ള പേഴ്സൺ ആണെന്ന് തോന്നല്ലോ. ഇത്രയും ബിസി സ്കെഡ്യൂൾ ആയിരുന്നിട്ടും അന്ന് ചെയിൻ തരാൻ വേണ്ടി ഞാൻ വന്നതല്ലേ. അന്ന് ജോലി ഉണ്ടെന്ന് പറഞ്ഞ് പോയതാരാ. ഇപ്പൊ തൽക്കാലം ഒന്ന് വെയിറ്റ് ചെയ്. അതിനെന്താ, എത്ര വേണേലും വെയിറ്റ് ചെയ്യാലോ. പിന്നെ ബോസ്, ബോംബെ ഒക്കെ എങ്ങനെയുണ്ട്? ഫുൾ പെയിൻ ആണെന്നേ. എന്താ പെയിനോ? അയ്യോ അല്ലല്ല, ഇവിടെയൊക്കെ റെയിൻ ആണെന്ന് പറഞ്ഞതാ. എന്താ റെയിനോ? താനെന്താ ഇങ്ങനെ പെയിൻ എന്ന് പറഞ്ഞാലും ഷോക്കാവും, റെയിൻ എന്ന് പറഞ്ഞാലും ഷോക്കാവും? അതല്ല, ആ ചെയിൻ എന്റെ ഭാഗ്യമാ. അതാ മഴയിൽ കളഞ്ഞു പോവരുത്. അങ്ങനെ ഉണ്ടാവാതെ നോക്കേണ്ടത് നിങ്ങളുടെ കടമയാണെന്ന് ഞാൻ പറഞ്ഞേ ഉള്ളൂ. അങ്ങനെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. താൻ തൽക്കാലം ഫോൺ വെച്ചിട്ട് പോ. ഇവിടെ അതിനേക്കാളും വലിയ പ്രശ്നത്തിലാണ് ഞാനുള്ളത്. ആ ചെയിൻ അതെനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരാൾ തന്ന ഗിഫ്റ്റാ. അയ്യോ, ഞാൻ പറഞ്ഞില്ലേ 20 ദിവസത്തിനുള്ളിൽ തന്നേക്കാന്ന്. സമാധാനിക്ക്, തിരിച്ചെത്തിയ ഉടൻ തന്നേക്കാം ഞാൻ. ഓക്കെ ശരി, ഓക്കെ. ഓഫീസിൽ വെച്ച് എന്നെ പറഞ്ഞാൽ മതിയായിരുന്നു. അറിയാതെ തിരിച്ചു വന്നല്ലോ. അതിനു മുൻപ് കാല് മുറിഞ്ഞില്ലേ. ഇപ്പൊ എന്താ ചെയ്യാ ഞാൻ? എന്ത് ചെയ്യും? അമ്മേ, ഇവിടെ എന്താ നടക്കാൻ പോകുന്നത്? ബലി, കാശ്മോരയ്ക്ക് വേണ്ടിയുള്ള നരബലി നടക്കാൻ പോവുകയാ. ഇപ്പോ കാശ്മോര അതിനെപ്പറ്റി നിങ്ങളോട് പറയും. എല്ലാവരും അത് കേൾക്ക്. ഞാൻ പറഞ്ഞ പ്രകാരം 7ാമത്തെ ജീവനെ കൊന്ന് ആത്മാവിനെ കൊണ്ടുവരാൻ നിങ്ങൾ തയ്യാറാണോ? ആ ജീവൻ പോകുന്നതിന് മുമ്പ് തന്നെ ഇവിടെയും ഒരു ജീവൻ വെടിയണം. ആ ബലി നടന്നാൽ മാത്രമേ നമ്മൾ വിചാരിച്ച കാര്യം സാധിക്കൂ. ആ ബലിക്ക് വേണ്ടി നിങ്ങളിൽ ഒരാൾ അതാ അഗ്നികുണ്ഡത്തിൽ ഇറങ്ങി മരണം വരിക്കണം. നിങ്ങളിൽ മരണം വരിക്കാൻ മനസ്സുള്ളവരാരാണോ അവർ മുന്നോട്ട് വരിക. ഇത് നിങ്ങൾ ചെകുത്താന്മാർക്ക് വേണ്ടി ചെയ്യുന്നതാണ്. ചെകുത്താന്മാർക്ക് വേണ്ടി ഞാൻ എന്റെ ജീവൻ ത്യജിക്കാൻ തയ്യാറാണ് കാസ്മോര. കാശ്മോര, അങ്ങ് പറഞ്ഞതുപോലെ ഇവിടെ ബലി നടന്നിരിക്കുന്നു. ഇപ്പൊ ഇവിടെ ആരാ ഇതിനു വേണ്ടി പുറപ്പെടേണ്ടത്? പറയൂ. നിങ്ങൾ ആരും അതിന് യോഗ്യരായ ആൾക്കാരല്ല. ചെകുത്താന്മാരുടെ രാജ്യത്തിന് വേണ്ടി സ്വയം മരണം വരിച്ച സാംബയാണ് അതിന് യോഗ്യൻ. അതിന് സാംബ ഇപ്പൊ മരിച്ചു കഴിഞ്ഞില്ലേ?